KR ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കൂ. എൻ്റെ പേര് അബ്ദുൽ ബാരി അർഷാദാണ്. തിരൂരാണ് സ്ഥലം. ഞാൻ ഈ സംഭവത്തിൻ്റെ ജനകീയ ആരോഗ്യ വേദിയുടെ ഈ പരിപാടിയുടെ കൺവീനറാണ്. PDPയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൽ ബാരി അർഷാദ്, തിരൂർ. ഈ പരിപാടിയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഷം ഞങ്ങൾ എന്നൊരു വല്ലാത്തൊരു ചോദ്യം. അതായത് ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ചികിത്സ ഉണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വിനോദ കേന്ദ്രങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങളും സർക്കാരൊക്കെ വളരെ സന്നദ്ധരാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു വിവാഹം വേണമല്ലോ, അതിനെ സംബന്ധിച്ച് എന്താ ആരും ചിന്തിക്കാത്തത്? അതൊരു വല്ലാത്തൊരു വിഷയമാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഷം ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് കൈപിടിക്കാൻ ഒരാളില്ലാതെ പോകുന്നു. മറിച്ചൊരു വിവാഹം നടന്നു കിട്ടുകയാണെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റിയ ഇണകളെ കണ്ടെത്താൻ സാധിക്കും. അതിലൂടെ മക്കളുണ്ടായി കിട്ടിയാൽ ആ മക്കൾ ഞങ്ങൾക്ക് വലിയൊരു സംഭവമാണല്ലോ. അത് വല്ലാത്തൊരു വേദനാജനകമായ സംരംഭമാണ്. വിഷമത്തോടെയാണ് അത് പറഞ്ഞത്. അത് വലിയൊരു കാര്യമായി ഞങ്ങൾ എടുത്തു. അതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ സന്ദേശം എത്തിച്ചു. അവിടുത്തെ പല ആളുകളും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നത്. ഇവിടുന്ന് ഇപ്പോൾ കല്യാണങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ പരിപാടി കഴിയുമ്പോൾ വലിയൊരു റിസൾട്ട് നമുക്കുണ്ടാകും. ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും. അതിന് ജനകീയ ആരോഗ്യവേദിൻ്റെ ഈ പരിപാടിയുടെ കൺവീനർ നിലനിൽക്കും. അതിന് ജോയിൻറ്റ് കൺവീനറാണ് ഇയാൾ. ആഷിഖ് കൊന്നല്ലൂർ. ഇതിൻ്റെ ചെയർമാൻ ഹുസൈൻ കാടാമ്പുഴയാണ്. ഞങ്ങളാണ് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ PHF ജനകീയ ആരോഗ്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഒരു സംരംഭം വിജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് മാത്രമല്ല, പത്രക്കാരെ നിങ്ങൾക്കും കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കുണ്ട്. അതിലായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ. ഇനി ഏതൊക്കെ രൂപത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, അതിന് നിങ്ങളൊക്കെ സഹകരണം അത്യാവശ്യമാണ്. വലിയൊരു എഫേർട്ട് ഇതിന് പിറകിലുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മാസം മുൻപാണ് ഇതിന് രജിസ്ട്രേഷനൊക്കെ മുൻപ്? ഏകദേശം 2 മാസം മുമ്പ് രജിസ്ട്രേഷൻ തുടങ്ങിയതാണ്. പക്ഷേ സ്പീഡായത് 1.5 മാസത്തിന് ശേഷം. അതായത് മീഡിയകൾ ഇത് വേണ്ടത്ര പ്രചരിപ്പിക്കുമ്പോൾ തുടങ്ങിയതിന് ശേഷമാണ് വേണ്ടത്ര രജിസ്ട്രേഷൻ വന്നത്. അതായിരിക്കും നമുക്ക് വേണ്ടത്ര രജിസ്ട്രേഷൻ കിട്ടിയിരുന്നില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ അടുത്തൊരു 15 ദിവസത്തിന് ഇങ്ങോട്ട് വളരെ സജീവമായിട്ട് തന്നെ 2 പേരെ നമ്മൾ ഇതിനായിട്ട് ചുമതലപ്പെടുത്തി. 2 സ്ത്രീകളെ നമ്മൾ ഈ രജിസ്ട്രേഷന് വേണ്ടി ചുമതലപ്പെടുത്തി. അവർ ഭംഗിയായി വർക്ക് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം ആളുകൾ ബുക്ക് ചെയ്തത് വന്നത്. ഇനിയും കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്ന് എത്താൻ പറ്റാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇതേപോലെ തന്നെ സംഗമം നടത്താനുള്ള പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പരിപാടിയാണോ ഈ ഒരു? ഞാൻ ഈ ജനകീയ ആരോഗ്യ വേദിൻ്റെ പേരിൽ ആദ്യത്തെ പരിപാടിയാണെങ്കിലും ഞാൻ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള മറ്റൊരു സംഘടന ഏകദേശം 2 പരിപാടി സംഗമം നടത്തിയിട്ടുണ്ട്. ആ സംഗമത്തിലൂടെ ഒരുപാട് ആളുകളുടെ വിവാഹത്തിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് വിപുലമായിട്ട് ജനകീയ ആരോഗ്യ വേദിയിൽ നടത്തപ്പെടുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി സംഗമം നടക്കുന്നു, ഒപ്പം വധുവരന്മാരെ കണ്ടെത്തുന്നു. അവരുടെ ഒരു വിവാഹം എങ്ങനെയാണ് ഇന്ന് തന്നെ അവർക്ക് അനുയോജ്യരായ വധുവരന്മാർ ഒന്നിക്കുമോ, അല്ലെങ്കിൽ അവരുടെ പ്രാരംഭ നടപടികളാണോ ഇന്ന് പൂർത്തിയാകും? അതായത് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി പരസ്പരം കാണാൻ പറ്റുക നടത്തുക എന്നുള്ള തീരുമാനത്തിൽ തന്നെ അതിൽ കുടുംബക്കാരും 2 വർഷത്തിലുള്ള കുടുംബക്കാർ വരുന്നുണ്ട്. ആ കുടുംബക്കാരും ഈ കുട്ടികളും തമ്മിൽ കണ്ടുപറ്റി അവരുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒരു അന്വേഷണം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കല്യാണം നടത്താൻ ചെയ്യുന്നുള്ള തീരുമാനത്തോട് അവർ പോവുകയും വീണ്ടും ഒരു ലാസ്റ്റ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് കല്യാണം സെറ്റാക്കുകയും, കല്യാണത്തിൽ തന്നെ ഗതികെട്ട ആളുകൾ, അതായത് ഒന്നിനും ചെയ്യാൻ മാർഗ്ഗമില്ലാത്ത ആളുകളാണ്. ഇപ്പോൾ സുലൈമാൻ മേപ്പത്തൂർ പറഞ്ഞത് 20 കുട്ടികളെ ഞങ്ങൾ കല്യാണം കഴിച്ചോളൂ. അങ്ങനെ ഏറ്റെടുത്ത വേറെ കുറേ ആളുകളുണ്ട്. 15 കുട്ടികളൊക്കെ ഏറ്റെടുത്ത ആളുകളുണ്ട്. അവരിലേക്ക് നമ്മൾ എത്തിക്കും. അതല്ലാത്ത ആളുകൾ സമ്പന്നരായ ആളും മക്കളുണ്ട്. അവരെന്ത് ചെയ്യുന്നത്, അവർ കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ 1-2 കുട്ടികളെ ഈ പാവപ്പെട്ടവർ നടത്താൻ അവർ തയ്യാറാവുന്നുണ്ട്. അതൊരു വലിയൊരു സന്തോഷകരമായ അവസ്ഥയാണ്. പക്ഷെ നമ്മളിതിനൊരു കൂട്ടർ രംഗത്തിറങ്ങിയെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് വളരെയധികം ആശ്വാസം പകരുന്നത്. അതുമാണ് ചെയ്യേണ്ടത്. ഈ പരിപാടി വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരു സംഗമവും അതോടൊപ്പം തന്നെ അവർ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇണകളെ കണ്ടെത്താനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. സാധാരണ അവരെ സംഗമം മാത്രം നടത്തി പിരിച്ചയക്കാറാണ്. ഇവിടെ കുടുംബങ്ങൾ ഒന്നിച്ചു വന്ന് അവർക്ക് കഴിയുന്ന രീതിയിൽ പുതിയ ഇണകളെ കണ്ടെത്താനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇത് അവരോട് നമ്മൾ സമൂഹം ചെയ്യുന്ന വളരെ മാന്യമായിട്ടുള്ള വളരെ നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചു. മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനകീയ ആരോഗ്യവേദി, അതേപോലെ തന്നെ ഇൻഫിനിറ്റി കൾച്ചർ സെൻറ്റർ വളാഞ്ചേരി, KRSN കോളേജ്, ഈ 3 കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. 300-ലധികം ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2000-ലധികം ആളുകളാണ് ഈ പ്രോഗ്രാമിനോട് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർക്ക് വേണ്ട രാവിലത്തെ ചായ, ഉച്ചക്കുള്ള ഫുഡ്, വൈകിട്ടുള്ള ചായ, സ്നാക്സ് അടക്കം എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഈ വധുവരന്മാരെ കണ്ടെത്തുന്ന പ്രോഗ്രാമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ രാവും പകലില്ലാതെ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ പരിപാടിയാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. വൈകാതെ എല്ലാവരും ഇന്ന് തന്നെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി അവരുടെ ഒരു നിശ്ചയം എന്ന രീതിയിൽ നടക്കും. ഏകദേശം രാവിലെ 8 മണി മുതൽ തുടങ്ങിയ രജിസ്ട്രേഷനാണ് 11 മണിയോട് കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് അവരെ അവർ കൂടി ഒരു കാണുന്ന ഒരു രണ്ട് കൂട്ടരും കാണുന്ന ഒരു അതെ, വധൂവരന്മാരെ കണ്ടെത്തുന്ന പ്രോഗ്രാമാണ്. 10 ആളെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിന് നമ്മൾ കണ്ടെത്തുന്ന ആളുകളെ രണ്ട് പിന്നെ നിസാർ ഹോസ്പിറ്റലിൻ്റെയും നടക്കാവിൽ ഹോസ്പിറ്റലിൻ്റെയും കൗൺസിലർമാരായിട്ടുള്ള സൈക്കോളജിക്കൽ ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. അവരുടെ ഇത് കൂടി ദാമ്പത്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ആ കാര്യം കൂടെ ഇവിടെ നടത്തിയിട്ടുള്ളൂ. പോകാം. വളരെ സന്തോഷം. ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക, നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഒരാഗ്രഹമാണ്. അതിനുള്ളൊരു വേദി ഇവിടെ ഇൻഫിനിറ്റിയും അതുപോലെ തന്നെ മലപ്പുറം ജനകീയ ആരോഗ്യവേദിയും അതോടൊപ്പം തന്നെ അതിനുള്ള ഒരു വേദിയായിക്കൊണ്ട് നമ്മുടെ KRSN കോളേജും ഒരുങ്ങി എന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ വിരാമട്ടി കൗൺസിലർ പറഞ്ഞതുപോലെ വൈവാഹിക ജീവിതത്തിലേക്ക് മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് നൽകേണ്ട കൗൺസിലിങ്ങുകളും എല്ലാം ഇവിടെ കൊടുക്കുന്നു എന്നാണ്. ഇത് വേറെ എവിടെയും ഇല്ലാത്തൊരു സംഭവമായിട്ട് തോന്നുന്നു, നടത്താത്ത. എന്നാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഇത് വളരെ മാതൃകാപരമായ പരിപാടിയാണ്. വേറെ പിന്നെ വ്യത്യസ്ത ശേഷിയുള്ള ഇത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇണകളെ കണ്ടെത്താനുള്ള വലിയ സഹായമാണ് ചെയ്യുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിന് സംഘാടകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ധാരാളം ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അവരിൽ പല ആളുകൾക്കും ഇണകളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയും അത് മാത്രമല്ല, അവർ ഇത്തരം ആളുകൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഈ സംഗമം നടത്തുന്നത്. അഭിവാദ്യം ചെയ്യേണ്ടവർ. വളാഞ്ചേരിയിൽ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു വീട് വെച്ച് കൊടുത്തു, വളാഞ്ചേരിയിൽ ഏറ്റവും വലിയൊരു ബിരിയാണി ചലഞ്ച് നടത്തി, നിരവധി സാംസ്കാരിക സാമൂഹ്യ പരിപാടികളാണ് ചെയ്യുന്നത്. നമ്മളുടെ കൂട്ടായ്മയിലുള്ളത് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പല സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ സാമൂഹ്യ സേവനത്തിലൂടെ നമ്മുടെ കുട്ടികളെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക, നല്ല ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ഇൻഫിനിറ്റി ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനകീയ ആരോഗ്യവേദിയുമായി സഹകരിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇൻഫിനിറ്റിക്ക് ഉണ്ടായത്. വളരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ നല്ലൊരു പങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ നിന്ന് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഭിന്നശേഷി ആളുകളായിട്ടുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സജീവമായിട്ടുള്ളൊരു പങ്കാളിത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ തന്നെ ഇത്തരത്തിൽ ചില പരിമിതികളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ ആലോചന എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ആളുകളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് പരസ്പരം കാണാനും ഇടപഴകാനുമുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിജയമാണ് ഈ പരിപാടിയുടെ തുടക്കം മുതൽ നമുക്ക് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രക്രിയകൾ എങ്ങനെയാണ്? നമ്മൾ രാവിലെ ഏകദേശം 9 മണി മുതൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 11:30 വരെ രജിസ്ട്രേഷൻ ഉണ്ടായി. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആളുകളും സ്പോട്ടായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളും ഏകദേശം ഒരു 600ഓളം ആളുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ആളുകളുടെയും പ്രൊഫൈൽ കൃത്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വേദിയിൽ ആളുകളെ കൊണ്ടുവന്ന് അനൗൺസ് ചെയ്യും. അതോടൊപ്പം വലിയ സ്ക്രീനിൽ അവർക്ക് വ്യക്തമായിട്ട് ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഫോട്ടോയും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കാണുമ്പോൾ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങൾ നമ്മളെ വളണ്ടിയേഴ്സിനോട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കുടുംബങ്ങളുമായിട്ട് പരസ്പരം നമ്മൾ സംസാരിച്ച് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പരിപാടി പങ്കെടുത്ത വ്യക്തികളൊക്കെ ചില ഓഫറുകൾ നടത്തിയിട്ടുണ്ട്. കല്യാണങ്ങളൊക്കെ 20 പേർ നടത്തും. അത് ഒരുപക്ഷെ അതൊക്കെ വലിയൊരു കാര്യമായി കാണും. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മുടെ പരിപാടിയുടെ തുടക്കം മുതൽ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് KR കോളേജ് അടക്കമുള്ള വളാഞ്ചേരിയിൽ വ്യാപാരികൾ, പാചക കൂട്ടായ്മ, നിരവധി ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് നമുക്ക് ജോലിയുമായിട്ടൊക്കെ ഒരുപാട് ഓഫറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇങ്ങനൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് ഒരുപാട് വളണ്ടിയേഴ്സ് നമ്മളുണ്ട്. വിദ്യാർത്ഥികളല്ല സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകൾ നമ്മളെ വളണ്ടിയേഴ്സായിട്ടുണ്ട്. രക്ഷാധികാരികളായിട്ട് വളരെ ഉത്തരവാദിത്തമുള്ള രക്ഷാധികാരികളുണ്ട്. അവർക്ക് പറയാനുള്ളതും കൂടെ. ഇൻഫിനിറ്റി വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് വളണ്ടിയേഴ്സ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 100-ലധികം വിദ്യാർത്ഥികളാണുള്ളത്. ഇപ്പോൾ പോലീസ് നിലയിലൊക്കെ അവർ ശരിക്കും ലഹരിയുടെ ഉപയോഗം അതല്ലെങ്കിൽ മറ്റുള്ള ഇന്നത്തെ യുവതലമുറ തെറ്റിപ്പോകുന്ന പല കാര്യങ്ങളിൽ നിന്നും മാറ്റി വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക. താഴേക്കോട് ഇന്നിപ്പോൾ വന്നത് ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ. അതെ. പേര് നിഷാദ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വേറെ ആരെങ്കിലും കൂടെ ഇവിടെ അമ്മയുണ്ട്, ഇതുണ്ട്. വിവാഹിതനാണോ? അതിനുള്ള രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ
നിങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മുമ്പൊക്കെ ശ്രമിച്ചിരുന്നോ? ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയപ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പം അതിന് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രതീക്ഷ ഉണ്ട്, നോക്കാം. എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ജോലിയൊന്നുമില്ല. ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ ഒരു സഹകരണം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പിന്തുണ ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല സഹകരണമാണ്. എപ്പോൾ ആണെങ്കിലും എന്താവശ്യത്തിനും നമ്മളെ വിളിച്ചാലോ. അപ്പോൾ പിന്നെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പാങ്ങ്, ഇത് സിസ്റ്ററാണ്. ഞങ്ങൾക്ക് 2 പേർക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഞാൻ വില്ലേജിലാണ്, വില്ലേജ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. ബ്ലൈൻഡാണ്, ഇവരും ബ്ലൈൻഡ് തന്നെയാണ്. ഞാൻ മലപ്പുറം വില്ലേജില്ല. ഇന്നിവിടെ വന്നപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നും കിട്ടാനും ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എസ്കോർട്ടൊന്നുമില്ല, 2 പേർക്കും കാഴ്ചയില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടാൻ നന്നായിരുന്നു. ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇല്ല, അതൊന്നും വരാൻ ആളില്ല, വീട്ടിലും ഇല്ല. അപ്പോൾ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല. ഞാൻ അപ്പോൾ ഒന്ന് അങ്ങനെയൊന്നും സമയം കിട്ടിയില്ല ഒന്നിനും. ജോലി സുഖമായിട്ട് പോകുന്നു. ഞാൻ സെക്കൻഡ് മാരേജ് ആണ്. ഇല്ല, സിസ്റ്റർ ജോലിയില്ല. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് സിംഫണി ഓഫ് ലൈഫ്. ഞാൻ ഈ PHFൻ്റെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരിയാണ്. ഞങ്ങൾ നിരവധി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം മൊത്തം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു പ്രദേശവാസികൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ഈ ഒരു സ്ഥാപനം, ഇതിൻ്റെ എല്ലാവരും ഇത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന്. ഇതിപ്പോൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലുടനീളമുള്ള ആളുകൾ നമ്മളോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടരണം, ഞങ്ങളുടെ തൃശ്ശൂരിൽ വേണം, എറണാകുളത്ത് വേണം, തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞ്. ഇത് PHF മാത്രമല്ല, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ മുഴുവൻ ചേർന്നുകൊണ്ട് അടുത്തിരിക്കുവോരനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ എന്തൊരാശ്ചര്യം എന്നാണ്. അഥവാ നമ്മളെല്ലാവരും ഇവരെ ചേർത്ത് പിടിക്കുകയും അല്ലാതെ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ല. ഇവർക്ക് ചിറക് വിടർത്തി കൊടുക്കാതെ, അവരുടെ വിഷമങ്ങളെ പ്രയാസങ്ങളെ ഏറ്റുപിടിക്കാതെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമല്ല. ആ ഒരു അർത്ഥത്തിലാണ് ഈ സംഘടന ചേർന്ന് നിന്നുകൊണ്ട് ഇവരെ കൂട്ടുപിടിക്കുന്നത്. പ്രഖ്യാപനമുണ്ടായി, പങ്കെടുത്തവരൊക്കെ ഈ ഒരു 20 പേരെ ഇത്തരത്തിൽ സഹായിക്കാമെന്ന രീതിയിലൊക്കെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ഈ ഒരു കൂട്ടായ്മയിലൂടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ് തലത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് സ്വകാര്യമായിട്ടും പബ്ലിക്കായിട്ടും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളുണ്ട്, 2 പേരുടെ കല്യാണം ഞാൻ, ഒരാളുടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും മുമ്പോട്ട് വന്നു. സമൂഹത്തിന് ഇത്തരത്തിലൊരു സന്ദേശം കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആളുകൾ മുമ്പോട്ട് വരാത്തത്. ഇപ്പോൾ ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി എനിക്കും ഇതിൻ്റെ ഭാഗമാകാം. എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഭിന്നശേഷിക്കാരിയെ എൻ്റെ കല്യാണം അവിടെ നടത്താം എന്ന സന്ദേശം, അതൊരു വലിയ നല്ല സന്ദേശമാണ്. കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിൽ വലിയ വലിയ സഹായങ്ങൾ, അത് വലിയ സമൂഹത്തിൻ്റെ വലിയ നന്മ മരങ്ങളാണത്. കാരണം എന്താ വെച്ചാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമാവുന്നതോടുകൂടി ഇതിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇതിലെ അനധ്യാപകർ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ ഇതിൻ്റെ ഇമോഷൻ്റെ കൂടെ അവരുകൂടി ഉണ്ടാവുകയാണ്. അതിൻ്റെ വൈകാരികത അവരുകൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വലിയ നല്ല മാറ്റത്തിന് കാരണമാവും. മുജീബ് റഹ്മാൻ, ജനകീയ രക്തദാന സേനയുടെ കോർഡിനേറ്ററാണ്. ഇത് നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണെങ്കിലും ഇതിൻ്റെ ഒരു സന്ദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിയിട്ടുണ്ട്. അത് ബാക്കിയുള്ള മുഴുവൻ ജില്ലകളിലും അതേപോലെ തന്നെ മുഴുവൻ സംഘടനകൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം, ഈ സംഗമം പ്രചോദനമായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ബാക്കിയുള്ള മുഴുവൻ സംഘടനകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെടേണ്ടതാണ് എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ഭിന്നശേഷി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിനാണ് അവർ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്.
അതിൽ നിന്ന് അവർക്ക് സെലക്റ്റഡായ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു മഹത്തായ കാര്യമാണ് മലപ്പുറം ജില്ലയിലെ ജനകീയ ആരോഗ്യവേദി എന്ന ഒരു മഹത്തായ സംഘടന ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തരം രീതിയിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളുടെ യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു മഹത്തായ ദൗത്യമാണ് ഇതിലൂടെ നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഇത്തരം ആളുകളുള്ളത്. അവർക്ക് വേണ്ട രീതിയിലുള്ള എൻക്വയറി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു മഹത്തായ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ജില്ലയിൽ നിന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജില്ലയിൽ നിന്നും സമീപ പ്രദേശങ്ങളായ ജില്ലകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ എല്ലാ അർത്ഥത്തിലും ഉള്ള പരിചയപ്പെടുത്തി കൊടുക്കുന്ന സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനകീയ ആരോഗ്യവേദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിൻ്റെ വളാഞ്ചേരി നഗരസഭയിലുള്ള ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ താണിയപ്പൻ കുന്നിൽ നമ്മുടെ നഗരസഭയുടെ കൗൺസിലർ വീരാൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് കാലമായിട്ട് ആ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം ചെയ്യുന്ന വളാഞ്ചേരി യൂണിറ്റ് കൂടിയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരം രീതിയിൽ വളാഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ വിഭാഗം ആളുകളും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം ആളുകൾ ഇവിടെ ഇന്ന് പങ്കെടുത്തു എന്നുള്ളത്. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് നടത്തിയതല്ല. ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ, ഒരുപാട് എൻക്വയറി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിജയം കൂടിയാണ് ഇന്നിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതുമായി സഹകരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായുള്ള കടപ്പാട്, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഇതിന് നൽകുന്നു. ഓക്കെ. ചിറക് എന്ന പ്രോഗ്രാമാണ് ഇവിടെ ഭിന്നശേഷി സംഗമവും വധൂവരന്മാരെ കണ്ടെത്തലും. ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ അവരെ പുറകോട്ടാക്കല്ല, അവരെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കൽ കൂടിയാണ്. അവരെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ അവർക്ക് ഒരു താങ്ങും തണലുമായി അവരെ ജീവിതത്തിൽ മുൻനിരയിലെത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മലപ്പുറം ജില്ല മൊത്തത്തിലുള്ള 3000-ഓളം പേരാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അതിൽ 2000-ഓളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതൊരു നല്ല പരിപാടി തന്നെയാണ്. ഇതിന് വളാഞ്ചേരി നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഒരു മഹത്തായ പരിപാടിയാണ്. കാരണം ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം 21 തരം ഭിന്നശേഷിക്കാരുണ്ട്. പരിമിതികളുണ്ട്, കാഴ്ച പരിമിതരുണ്ട്, ഡഫ് ആൻഡ് ഡംബ് വിഭാഗമുണ്ട്. അങ്ങനെ 21 തരം ഭിന്നശേഷിക്കാരെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച സ്ഥിതിക്ക് ഇത്തരത്തിലൊരു വേദി, പലരും ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഒരു ഉപകരണങ്ങൾ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ ഇണകളെ തേടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിൽ ഇപ്പം തന്നെ വന്ന് കിടക്കുന്ന ആളുകൾ 10,000-2000-ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭിന്നശേഷി കുട്ടി പറന്നു കഴിഞ്ഞാൽ അവരുടെ മരണം വരെയുള്ള ജീവിതം, നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവർക്കുണ്ടല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ നേരത്തെ ജംഷീർ പറഞ്ഞതുപോലെ നമ്മളെ ഒരു 4 ചുമരുകളിൽ തളച്ചിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പുറലോകത്ത് കൊണ്ടുവരാൻ അവർക്കിതിലൂടെ, കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അറിയാൻ, അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽപരമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ, അവരുടെ കുടുംബജീവിതം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് സമൂഹം മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് ഇതുപോലുള്ള ഈ സംഗമങ്ങൾ. കാരണം ഇത് ഏറ്റെടുക്കുന്നത് സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത്. മറ്റത് ഭിന്നശേഷിക്കാരെ തിരിച്ചറിയുക. അപ്പോൾ അവർക്ക് ആക്സസിബിലിറ്റി ആയിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം മാത്രം പോരല്ലോ. അപ്പോൾ ഒരു ഇണകളെ കണ്ടെത്തി അവരെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം നല്ലൊരു കൗൺസിലിംഗ് നടത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇത് കൂടുതൽ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴാണ് ഇവർക്ക് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു, സത്യം പറഞ്ഞാൽ ഒരു പുരോഗതിയുടെയും കൂടെ ഭാഗമാണ്. കാരണം മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും, പക്ഷേ ഒരു ഇണയെ കണ്ടെത്തി കൊടുക്കുക, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, ഇത് സാധിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ജോലി തടസ്സം ഉണ്ടാവാം, അവരുടെ പ്രശ്നം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ വിഭാഗമല്ല. കാരണം ഇപ്പോൾ ഡഫ് ആൻഡ് ഡംബ് വിഭാഗത്തിന് ഒരു അസ്ഥിപരിമിതനായ ഒരാളെ വെച്ച് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം അവരുടെ ഭാഷ, അതുപോലെ കാഴ്ച പരിമിതർക്ക് അവരുടെ പ്രയാസങ്ങളാണ് തിരിച്ചറിയുക. അങ്ങനെ ചലനവൈകല്യവർക്ക് അവരുടെ പ്രയാസങ്ങളാണ് തിരിച്ചറിയുക. അപ്പോൾ അവർക്ക് അവരുടേതായ ഇണകളെ കണ്ടെത്താൻ ഇതുപോലുള്ള സംഗമങ്ങൾ തീർച്ചയായും
സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇത് സംഘടിപ്പിച്ച ഇൻഫിനിറ്റി അടക്കമുള്ള സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇത് സമൂഹത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടുന്ന ഒരു സംഭവമാണ്. മാട്രിമോണികളൊക്കെ ഉണ്ട്, അതിലൂടെ കല്യാണം പിന്നെ കണ്ടെത്തുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ജംഷീർ പറഞ്ഞ മാതിരി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റം വരുമ്പോഴാണ് ഇത് മറ്റുള്ള മേഖലകളിലും പ്രചോദനമാവുക. അപ്പോൾ ഇത് ഏറ്റവും പ്രകീർത്തിക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടുന്ന പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ വന്നപ്പോൾ എന്താണ് അവരൊക്കെ അറിയിച്ചത്? അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ച് നോക്കാം, കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരിപാടി നടത്താം. ഇപ്പോൾ നോക്കിയപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചനകൾ റെഡിയായോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നമ്പർ എഴുതി നോക്കുന്നുണ്ട്, നമുക്ക് ശരിയായിട്ടില്ല. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓരോരുത്തരും പരിചയപ്പെടുമ്പോൾ നിങ്ങൾ അവരൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ ഇഷ്ടപ്പെട്ട അവർക്ക് തരപ്പറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാമെന്നുണ്ട് തരുന്നുണ്ട്. അന്വേഷിക്കും. അവർ വീട്ടുകാരായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഒന്ന് പറ്റുകയെന്നുണ്ട് നടത്താമെന്നുള്ള തയ്യാറെടുക്കാം. എത്ര വയസ്സായി? 38 വയസ്സായി. മുഹമ്മദ് നിയാസ്. ജോലി ചെയ്യുന്നുണ്ട്? ജോലിക്കൊന്നും പോകാൻ വയ്യ. വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വധുവിനെ കിട്ടുകയാണെങ്കിലും വീട്ടിൽ അവരെ സംരക്ഷിച്ച് കൊണ്ടുപോകാന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഉറപ്പിലാണ്. ആദ്യമായിട്ടാണോ അത്തരത്തിൽ സംഘടന? അല്ല, മുമ്പ് കുറച്ച് പിന്നെ ഒരു 2-3 മാസം മുമ്പ് തലക്കെടുത്തൊരു പിന്നെ സെഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഇതേമാതിരി അന്വേഷിച്ചത് നമുക്ക് അന്ന് താല്പര്യമൊന്നും ശരിയായിട്ടില്ല. ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഫെബ്രുവരിയിൽ എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി ലാസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഇതേപോലെ ശരിയായില്ല എന്നിട്ട് അവിടെ നോക്കാമെന്നുള്ള ഒരു ഇതുണ്ട്. കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മതാചാരപ്രകാരം അതൊക്കെ കഴിക്കാം. അങ്ങനെ ചെയ്യല്ലേ. ഇവിടുന്ന് ആളുകളെ കണ്ടെത്തുക, സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ട് കുടുംബക്കാരുമായി അവർ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് താല്പര്യമാണെന്ന് അവർക്ക് രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നടത്താമെന്നുള്ളത്. കുറച്ച് സംസാരിക്കാൻ അത്ര വലിയ ഇതില്ല. അപ്പോൾ ആൾ ഹാപ്പിയാണോ ഇവിടെ വന്നപ്പോൾ? ഇതൊക്കെ ഒരു താല്പര്യം കാണുമ്പോൾ ഒക്കെ ഒരു കുട്ടികളെ ഇഷ്ടപ്പെടുന്നു. അവർക്കൊരു സന്തോഷമുണ്ട്, മനസ്സിനൊരു സന്തോഷമുണ്ട്. അല്ല, 3 പേരുണ്ട്. ഇവർ താഴെ എടുത്തിട്ടുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞാണ്. പിന്നെ എൻ്റെ താഴെ ഒരു മകളുണ്ട്, അവളെ കല്യാണം കഴിഞ്ഞാണ്. ഈ പരിപാടിയെക്കുറിച്ച് സംഘാടകരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിച്ചാൽ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി ഈ വക ആൾക്കാർക്ക് വേണ്ടി അവർ ചെയ്തതിൽ അവരോട് ഒരുപാട് കടപ്പാടുണ്ട്, നന്ദിയുണ്ടെന്ന് പറയാം. അപൂർവമായി നടക്കുന്ന എല്ലാവരും ഒരുപക്ഷെ അവർക്കൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ടാകും, വീൽ ചെയറുകൾ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള കിട്ടുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇണകളെ കണ്ടെത്തുവാനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ളത് വലിയൊരു സാഹസം. ഇതുപോലെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള അങ്ങനെ തുടങ്ങിയിട്ട് ഇതിന് മുമ്പൊന്നും അങ്ങനെ പരിപാടി ഉണ്ടായിട്ട് അറിയപ്പെടില്ല. ഇതിന് മുമ്പ് അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതായിട്ടൊന്നും അറിവില്ല. പറഞ്ഞവരൊക്കെ വന്ന് പങ്കെടുത്തവരൊക്കെ പറഞ്ഞത് വിവാഹം ഇതുപോലെ 20 പേര് നടത്താമെന്നുള്ളപ്പോൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു ഓഫറുകളൊക്കെ വരുന്നത് വലിയൊരു കാര്യം. എങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ 20 കുട്ടികളെ വിവാഹം കഴിപ്പിക്കാം എന്നുള്ള ഒരു ഓഫറൊക്കെ ഈ വേദിയിൽ നടത്തുകയുണ്ടായി. അതൊക്കെ ഒരു നല്ല കാര്യം. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം എല്ലാവർക്കും വേണ്ടുന്ന കാര്യം. കാരണം പാവപ്പെട്ടവരുണ്ടാവും, ഇതിൽ പണക്കാരും എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു ഈ കാര്യങ്ങൾ ചെയ്യാൻ ആരും മുന്നോട്ട് ഇറങ്ങണില്ല. അപ്പോൾ ഇത് നല്ല കാര്യമാണെന്ന് പറയാം. ഇല്ല, ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ പ്രവാസിയായിരുന്നു, ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. കാര്യമായിട്ട് ഇങ്ങനത്തെ ജോലിയൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്. കോട്ടക്കൽ വില്ലൂർ മകനാണ്. വന്നപ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെ ഇത് ഇവർ ലിങ്ക് അയച്ചിരുന്നു. ഈ ഭിന്നശേഷി സംഗമത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് പ്രകാരം ഞാൻ വന്നതാണ്. ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഇതിൽ TV-യിൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അവരെ എനിക്കൊരു കട ഉണ്ട്, അതിൽ ഹെൽപ്പ് ചെയ്യണം. വേറൊന്നും ജോലിയില്ല. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയും. കുറച്ച് ബുദ്ധി കുറവുണ്ട്. ഈ പരിപാടിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് കേരളത്തിൽ ഞാനിപ്പോൾ ഇത്രയൊരു 59 വയസ്സായി. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഗമം കണ്ടിട്ടില്ല. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളെ പോലുള്ള എൻ്റെ മകനെ പോലുള്ള കുട്ടികൾക്കും ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്നൊരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരു നല്ല ഒരു സല്യൂട്ട് കൊടുക്കണം. 36. ആരെങ്കിലും സംസാരിച്ചു? ജോലി എങ്ങനെ വീട്ടിൽ സഹായിക്കും? വീട്ടിലൊക്കെ സഹായിക്കും. വീട്ടിലെല്ലാ കാര്യവും എന്നാ ചെയ്യല്. വീട്ടിൽ നമ്മൾ രാത്രി ഗ്യാസ് പൂട്ടൽ വരെ
ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ, അങ്ങനെ എല്ലാത്തിനും അവരെ വലിയ ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. കുട്ടികളെ വധു വീട്ടിലേക്ക് വരുമ്പോൾ അവരെയും ഇതുപോലെ പൊന്നുപോലെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്. അതൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ടാവും. നമ്മളൊക്കെ കാലം കഴിയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ കടയിലൊക്കെ വന്നാലും എല്ലാം ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. ആരെങ്കിലും വന്നാലൊക്കെ നോക്കുകയും ചെയ്യും. അവരൊക്കെ നിർത്തിയിട്ട് നിസ്കരിക്കാനൊക്കെ പോകും. തോട്ടായി കൽപ്പഞ്ചേരി തോട്ടായിൽ മകനാണ്. വന്നപ്പോൾ എന്താണ് എന്ത് തോന്നുന്നു വന്നപ്പോൾ ആള് എനിക്ക് കേൾക്കില്ല. ഇവിടെ ഉണ്ട്, മകളുണ്ട്. പിന്നെ ഇതാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാച്ചിട്ട് ഞങ്ങൾ വേറൊരു ഇതിൽ പോയി. അത് ശരിയാണ്, കാലിന് കുറച്ചൊരു ഇറക്കിച്ചോട്ടലുണ്ടായിരുന്നു. അത് കുറച്ച് ദൂരം. പിന്നെ അതിനൊരു ആങ്ങളുണ്ട്, അതിന് സ്വന്തം പേരയുണ്ട് എന്ന് തന്നെ. അപ്പം അമ്മ കിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വെച്ചിട്ട് ഞങ്ങൾ അല്ല, മൂത്ത രണ്ടാൾ ഗൾഫിലാണ്. ഇത് പിന്നെ മൂന്നാമത്തെ മകനെ നന്ന മൂത്ത മരിച്ചിരിക്കണം, ആക്സിഡൻ്റായി മരിച്ച്. ഇവനക്ക് 30 വയസ്സ്. ഇപ്പം 31ാമത്തേക്ക് തുടക്കമാണ്. ഫാദർ മരിച്ച്. പിന്നെ ജ്യേഷ്ഠന്മാരുണ്ട് 2 ഗൾഫിൽ. ജോലിയൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഞങ്ങൾ നെടുവഞ്ചേരി കുടുംബം എന്ന് വെച്ചാൽ വലിയ കുടുംബമാണ്. അപ്പം എല്ലാവരും ജോലിക്ക് വേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് അങ്ങനെ പറഞ്ഞേക്കാൻ അവർക്ക് മടിയാണ്. എല്ലാവരും സഹായത്തിലാണ്. ഓനെല്ലാം നോക്കാനുള്ള ഇതിലാണ് എല്ലാവരും. ജീവിത പങ്കാളിയെ കെട്ടിക്കഴിഞ്ഞാൽ അവരെയും പൊന്നുപോലെ നോക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. കിട്ടിയാൽ ഒരാളെ കിട്ടിയത് പൊന്നുപോലെ. മോളെ കല്യാണം ഉറപ്പിച്ച് 2 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും മകളെ കല്യാണം. പിന്നെ 2 മൂത്തച്ഛകളാണ്. അവർക്ക് 4 കുട്ടികളുണ്ട്. അതിൽ പിന്നെ മൂത്തവനക്ക് 2 കുട്ടി, ഒരാണും ഒരു പെണ്ണും. ഇളയവനക്ക് 2 ആൺകുട്ടികളും ഉണ്ട്. രണ്ടാമത്തവനും പിന്നെ സൗദിയിലാണ്. പിന്നെ മൂത്താള് അബുദാബിച്ച. പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല. ഞങ്ങൾ ഉസ്മാനാജി ഉണ്ടല്ലോ, മറ്റേ എന്താണ് KR ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ്, പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം. ചെയർമാൻ KR ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി KR ശ്രീനാരായണ കോളേജ് 10ാം വർഷത്തിലേക്ക്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA എക്കണോമിക്സ്, BSc ഫിസിക്സ്, BSc ജിയോളജി, BSc സൈക്കോളജി, BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom ഫിനാൻസ്, BBA ഫിനാൻസ്, MSc സൈക്കോളജി. KR ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കൂ. ഫോൺ 04942642 600, മൊബൈൽ 9745 127 540.